മാനസദസ്സിന് നമസ്കാരം. സഹോദരരെ, ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 14-ാം വാക്യം മുതൽ യേശുവിന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അത് യേശുവിന്റെ ശിഷ്യന്മാരല്ല അവിടെ നിൽക്കുന്നത്. അവർ ന്യായാധിപന്മാരോട് എന്തോ തർക്കിക്കുന്നുണ്ടല്ലോ. അവർ എന്തായിരിക്കും അവിടെ തർക്കിക്കുന്നത്? ബാ, നമുക്ക് പോയി നോക്കാം അവരെന്താ അവിടെ തർക്കിക്കുന്നതെന്ന്. യേശു അവിടെ ഇല്ല, അതുകൊണ്ടായിരിക്കും അവർ തർക്കിക്കുന്നത്. അല്ല, യേശു ദേ കടന്നു വരുന്നു. ഗുരു, അങ്ങേക്ക് സമാധാനം. നിങ്ങൾക്കും സമാധാനം. നിങ്ങൾ എന്താണ് അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? യേശുവെ, ഞാൻ എൻ്റെ മകനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ മൂകനായ ഒരു ആത്മാവ് ബാധിച്ചിരിക്കുന്ന കണ്ടില്ലേ? അവൻ ബഹളം വെക്കുന്നത്. അവനെ ഈ ആത്മാവ് ബാധിച്ചിട്ട് അവൻ പലപ്പോഴും തീയിലൊക്കെ പോയി വീഴുന്നുണ്ട്. അവനെ കൊല്ലാൻ വേണ്ടി പലപ്പോഴും ഈ ആത്മാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാ. വിശ്വാസമില്ലാതെ വഴിപിഴച്ച് നടക്കുന്നവരെ, ഞാൻ എത്ര നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? ഞാൻ എത്ര നാൾ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരൂ. വാ 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 ഇവിടെ. യേശുവേ, യേശുവേ, കണ്ടില്ലേ? ഇതാണ് ഇതിന്റെ സ്വഭാവം. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഗുരു, അവന്റെ ജനനം മുതൽ അവൻ ഇങ്ങനെയാ. പലപ്പോഴും അവനെ കൊല്ലാൻ വേണ്ടി ഈ ആത്മാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ ആത്മാവിനെ ബാധിച്ചു കഴിയുമ്പോൾ അവന്റെ വായിൽ നിന്ന് ദാ കണ്ടില്ലേ, നുരയും പലയും പുറപ്പെടും. ഞങ്ങളെയും അവൻ കൊല്ലാൻ ശ്രമിക്കും. ആ സമയത്ത് അവനൊന്നും സംസാരിക്കാനാവില്ല. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? കഴിയുമെങ്കിൽ ഞങ്ങളെ സഹായിക്കണമേ. കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. അതാണ് പിതാവായ ദൈവം നമ്മളെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. ഗുരു, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരും രക്ഷയില്ല. ഞങ്ങളെ സഹായിക്കണമേ. എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്റെ മകനെ രക്ഷിക്കണമേ. മൂകനായ ആത്മാവേ, ആ മകനിൽ നിന്ന് പുറത്തു പോകൂ. എന്റെ പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, പുറത്തു പോകൂ. കണ്ടോ, അവൻ മരിച്ചു കഴിഞ്ഞു. ഈ യേശു അവനെ കൊന്നു. ദാണ്ടെ, അവനെ കൊന്നു. യേശുവേ, എന്റെ മകൻ മരിച്ചുപോയോ? യേശുവേ. ഭയപ്പെടാതിരിക്കൂ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മകനെ, ദൈവം നിന്നെ രക്ഷിച്ചിരിക്കുന്നു.
അപ്പാ, അപ്പാ, ഞാൻ എവിടെയപ്പാ? അയ്യോ, എന്റെ മകൻ സംസാരിച്ചു. മകനേ! യേശുവേ, നിനക്ക് ഒത്തിരി നന്ദിയുണ്ട്. നീ എന്റെ മകനെ തിരിച്ചു തന്നല്ലോ. വരൂ ശിഷ്യന്മാരെ, നമുക്കിവിടെ നിന്ന് പോകാം. യേശുവേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞങ്ങൾക്ക് എന്തുകൊണ്ടാ ആ പിശാചിനെ പുറത്താക്കാൻ കഴിയാത്തത്? കാരണം വിശ്വസിക്കുന്നവന് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി പുറത്തു പോകുകയില്ല. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.